എല്ലാവരും ഏറ്റെടുത്ത അവരുടെ ആ ഒരു ഫസ്റ്റ് മൂവിയാണ് 21 ഗ്രാം. സോ യെസ്, ആ ഒരു ടീം ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരികയാണ് സെക്കൻഡ് മൂവി ആയിട്ട്. സാഹസ് നമുക്ക് എന്തായാലും തിരിയെല്ലാം തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ ആരംഭിക്കാം. സോ നമ്മുടെ വിശിഷ്ടാതിഥികൾ എല്ലാവരും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ സണ്ണി വെയിൻ, നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അല്ലെ സണ്ണി വെയിന് വേണ്ടിയിട്ട്. അദ്ദേഹം ഇവിടെയുണ്ട്. യെസ്, the most talented actor of the Malayalam cinema, and yes, നമുക്ക് ഏറെ പ്രിയപ്പെട്ട നരേൻ ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. the most handsome actor, നമ്മുടെ സ്വന്തം നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ ഏറ്റെടുത്ത നമ്മുടെ most handsome actor ആണ് നരേൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല തന്നിരിക്കുന്നത്, ഒരു സമയത്തിന്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. 1 മിനിറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ചെയ്യണം, എന്നിട്ടാണ് ആ ശുഭസമയം ആവുള്ളത്. അതുകൊണ്ടുള്ള എനിക്ക് മൈഗ്രേറ്റിയുടെ ഈ ഒരു സംരംഭത്തിന് ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഞാനടക്കം ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു ദിസ് എൻറ്റയർ ടീം. ഒരു സിനിമ ഏത് സമയത്തും നമ്മൾ വളരെ ദൈവികമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. കാരണം എല്ലാവരുടെയും എഫേർട്ട്, ആ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ സ്പോട്ട് ബോയുടെ അടക്കം എഫേർട്ട് ഉള്ളൊരു സംഭവമാണ്. 19 ചില ആളുകളുടെ ഫാമിലിയുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം, യു ടു ആൻഡ് ദി പ്രൊഡ്യൂസർ, ഡയറക്ടർ ആൻഡ് എവരിബഡി. ലിസ്റ്റിൻ സ്റ്റീഫൻ, ഓഫ് കോഴ്സ് യു വിൽ ബി ഡൂയിങ് സംതിങ് ഫോർ ദിസ് ഫിലിം. Anyway, he's a friend, so I can take that liberty. Thank you so much. God bless you all and wish all the best to the team. Thank you. സാഹസം മൂവിയുടെ ഒരു തുടക്കം വളരെ മനോഹരമായിട്ട് തന്നെ തിരി തെളിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ വിഷ്ണു പാരാസ്. So എല്ലാവരും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. For the camera switch on and the clap. Yes, that's a beautiful moment. സാഹസം മൂവിയുടെ ക്യാമറ സ്വിച്ച് ഓൺ. ഈ ഒരു മൂവി ഈ കൊല്ലത്തെ ബ്ലോക്ക് ബസ്റ്റർ ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവരുടെ ഫസ്റ്റ് ഒന്നിച്ചുള്ള ഒരു ഫസ്റ്റ് മൂവിനേക്കാളും 100 ഇരട്ടി സൂപ്പർബ് ആകട്ടെ ഈ ഒരു മൂവി. വളരെ മനോഹരമായിട്ട് തന്നെ നടന്നിരിക്കുകയാണ്. Thank you all of you coming here. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞങ്ങൾ രണ്ടുപേരും മിണ്ടി കഴിഞ്ഞ് ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്റെ സിനിമ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തത് കോമഡി ത്രില്ലർ, രണ്ടാമത്തെ ഹൊറർ ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ ഒരു കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഞാൻ ഫുള്ള് പറയാനുള്ള. സോ ഫസ്റ്റ് ഹാഫ് ഒരു തമാശ, സെക്കൻഡ് ഹാഫ് ബിബിന്റെ സ്ഥിരം പരിപാടിയുള്ള ത്രില്ലറാണ്. രതീഷ് പറഞ്ഞ പോലെ IT പശ്ചാത്തലം ഈ സിനിമയിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ത്രില്ലർ, അഡ്വഞ്ചറസ് ത്രില്ലറിൻ്റെ ഒരു സ്വഭാവവും ഒരു ഹ്യൂമർ പാക്കേജും. എനിക്ക് തോന്നുന്നത് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. നല്ല സൂപ്പർ ലുക്കിലേക്കാണ്, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ആട് 3 എന്തായാലും വെയിറ്റിംഗ് ആണ്. സാധാരണ സേവിയറിനെ വീണ്ടും കാണാനുള്ള വെയിറ്റിംഗ് ആണ്. സോ ഈ ഒരു മൂവി ഈ ഒരു മൂവി വന്നിട്ടുണ്ട്. സോ എന്താണ് പറയാനുള്ളത്? ഇതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം കേട്ടിട്ട് ഞങ്ങളോട് എന്തെങ്കിലും എന്താണ് ഇതിന്റെ ഒരു ക്ലൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും കൂടെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, പിന്നെ ഇതിനകത്തുള്ള വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കൂടെ ഒരു സാഹസം കാണിക്കാൻ പോകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ സ്ക്രീൻ പ്ലേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം ഇതൊരു നല്ലൊരു ക്ലീൻ എൻ്റർടൈനർ ആവും എന്നുള്ളൊരു വിശ്വാസം, പ്രതീക്ഷയുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് വേണം.
പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാം. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റിൻ്റെ പിന്നിലിരിക്കുന്നത്. സോ വി ഹോപ്പ് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു. താങ്ക് യു. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 2-3 തവണ വെരി ഹാൻസം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയം ആണല്ലേ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഓരോ സിനിമയിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ നിമിത്തങ്ങളും ഓരോ നിയോഗങ്ങളും വഴിയാണ്. ഇതിലേക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ ഗിരീഷ് നായർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഗിരീഷ് ചേട്ടൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിലെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട്. അനൂപ് സോ അനൂപ് ഒരു ഫിലിം ബഫാണ്. അനൂപ് ഒരു പക്ഷേ ഭയങ്കര നല്ലൊരു ക്രിറ്റിക്കാണ്, നല്ലൊരു ഫിലിം അണ്ടർസ്റ്റാൻഡിങ് ഒരാളാണ്. അനൂപാണ് ആദ്യമായിട്ട് എന്നെ വിളിച്ചതുപോലെ ബിപിൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു അടിപൊളി ജഗബോഗ സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ലീഡ് ക്യാരക്ടേഴ്സിലൊരു ക്യാരക്ടറായ സംഭവം എനിക്ക് ആപ്റ്റ് ആവും എന്ന് കഥ കേൾക്കാൻ പറഞ്ഞ് ഞാൻ കഥ കേട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നിയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് സാഹസം. അപ്പോൾ അനൂപ്, താങ്ക് യു വെരി മച്ച്. ഗിരീഷേട്ടൻ, താങ്ക് യു. ആൻഡ് ബിപിൻ ആൻഡ് ദ പ്രൊഡക്ഷൻ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് പ്രോജക്റ്റ്. ആക്ച്വലി സിനിമ ദ പോസ്റ്ററും എൻ്റെ ടൈറ്റിൽ പോലെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വിജയിക്കുന്ന സിനിമകൾക്ക് ഉണ്ടാകാവുന്ന സ്വഭാവ ഗുണങ്ങളെല്ലാം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റാണ് ഇത്. അത് ബിപിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ കൂടെയും ഇത് സേഫ് ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആൻഡ് ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഞാനും ആദ്യമായിട്ടാണ്. പലപ്പോഴും തമിഴ് സിനിമയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസും എനിക്ക് മിസ്സായിട്ടുണ്ട്. ബട്ട് നൗ ഐ എം വെരി ഹാപ്പി ദറ്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഞാൻ ഇപ്പോൾ സണ്ണിയൊക്കെ ആയിട്ട് ആക്ടിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇതിൽ കുറേ പേരുണ്ട്, എടുത്ത് പറയാൻ ബാബു ആൻഡി ചേട്ടൻ, ബൈജു ചേട്ടൻ, കുറേ പേരുണ്ട്. സോ ഐ എം ഹാപ്പി മേജർ രവി സർ ഇസ് പാർട്ട് ഓഫ് ദ പ്രോജക്റ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടറാണ് മേജർ രവി സർ ചെയ്യുന്നത്. ആൻഡ് ഉറപ്പായിട്ടും ബിപിൻ, കൃഷ്ണ ആൻഡ് ഇതിൻ്റെ ടെക്നിക്കൽ ടീം ആൻഡ് ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസ് തീർച്ചയായും മലയാള സിനിമയ്ക്ക് ഒരു അസറ്റ് തന്നെയായിരിക്കും. അലോങ് വിത്ത് സാഹസം, വി ആർ സണ്ണി പറഞ്ഞ പോലെ ഒരു സാഹസത്തിന് തുടങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. 2025 ബ്ലോക്ക് ബസ്റ്റർ മൂവി ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സോ താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ കമ്മിങ്. താങ്ക്സ് എ ലോട്ട്.